Hello guys, Developers.WTF ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് പൈത്തൺ വെച്ചിട്ടുള്ള ഒരു വെബ് സ്ക്രൈപ്പിംഗ് ആണ്. അപ്പോൾ വെബ് സ്ക്രൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു വെബ്സൈറ്റിനകത്ത് പോയിട്ട് അതിനകത്തുള്ള ഡാറ്റ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ തന്നെയായിരിക്കും, ചിലപ്പോൾ അല്ലാതെ ആയിരിക്കാം. അത് നമുക്ക് ആവശ്യമുള്ളിടത്തേക്ക് സ്ക്രൈപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് വെബ് സ്ക്രൈപ്പിംഗ് ഉദ്ദേശിക്കുന്നത്. അത് കുറെ രീതിയിൽ ചെയ്യാം. PHP വെച്ചിട്ടുള്ള വെബ് സ്ക്രൈപ്പിംഗ് ഉണ്ട്, അതുപോലെ പൈത്തൺ വെച്ചിട്ടുണ്ട്, അതുപോലെ ഏത് ലാംഗ്വേജ് വെച്ച് വേണമെങ്കിലും നമുക്ക് വെബ് സ്ക്രൈപ്പിംഗ് ചെയ്യാം. അപ്പൊ ഇന്ന് പൈത്തൺ വെച്ചിട്ടായിരിക്കും. പൈത്തൺ നമുക്ക് കുറെ പേരെങ്കിലും പൈത്തന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇയറിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ പൈത്തൺ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പ്രോഗ്രാമിംഗ് അറിയില്ലെങ്കിലും നമുക്കത് കോഡ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന അത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇനി ബോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ടെലഗ്രാം ബോട്ടിലേക്കായിരിക്കും ഈ വെബ് സ്ക്രൈപ്പ് ചെയ്ത സ്ക്രിപ്റ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാറ്റ് ബോട്ടാണെന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ യൂസർ ആ ബോട്ടിനോട് ചാറ്റ് ചെയ്യുമ്പോൾ വേറൊരു യൂസർ നമുക്ക് തിരിച്ച് റിപ്ലൈ തരുന്നതിനെ മിമിക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ് ഈ ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ആദിത്യേട്ടൻ്റെ ഡയലോഗ് ഫ്ലോന്റെ ക്ലാസ്സിനകത്തൊക്കെ കേട്ട് നമ്മൾ ഗൂഗിളിന്റെ മെഷീൻ ലേണിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചോദിക്കുന്നതിന് മറുപടി തരാനും അതുപോലെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കാനും സഹായിക്കുന്ന ഒരു ഡയലോഗ് ഫ്ലോ ബോട്ടിൽ നമ്മൾ കണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പൈത്തൺ ബാക്കെൻഡ് ആയിട്ട് നിർത്തിയിട്ട് ബോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ടെലഗ്രാം APIs കുറേ ഉണ്ട്, സഹായിക്കുന്നുണ്ട്. അപ്പോൾ വാട്സപ്പിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടാണ് ടെലഗ്രാം. ഓപ്പൺ സോഴ്സ് ആണ്. നിങ്ങൾ ആരും യൂസ് ചെയ്യാത്തുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങുക, അതിന്റെ APIs ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ടെലഗ്രാം ബോട്ട് ഉണ്ടാക്കിക്കൊണ്ട് തുടങ്ങാം. ടെലഗ്രാമിൽ ബോട്ട് ഉണ്ടാക്കുന്ന പരിപാടി എളുപ്പം ആക്കിക്കൊണ്ട് ടെലഗ്രാമിന്റെ തന്നെ ഒരു ബോട്ട് ഉണ്ട്. ബോട്ട് ഫാദർ എന്നാണ് പേര്. ചുമ്മാ കയറി ബോട്ട് ഫാദർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിടക്കും, ബോട്ട് ഫാദർ കിട്ടും. അപ്പൊ നമ്മള് ബോട്ട് ഫാദർ കിട്ടിയപ്പോൾ ചുമ്മാ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്, പുതിയൊരു ബോട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മള് ന്യൂ ബോട്ട് അടിച്ചു. ആദ്യമായിട്ട് ആ ടിബിന് കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആദ്യമായിട്ട് കേട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ പുതിയൊരു ബോട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് പുതിയൊരു ബോട്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ, പിന്നെ ഇച്ചിരി ഉറക്കെ പറയാൻ ടിൻസി കേൾക്കുന്നില്ലെന്ന് പറയാം. ഓക്കെ. അപ്പൊ പുതിയൊരു ബോട്ടിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബോട്ട് ഫാദർ എന്നുള്ള ടെലഗ്രാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ബോട്ടിനകത്തേക്ക് വന്നു. അതിനകത്ത് സ്റ്റാർട്ട് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കുറെ ഓപ്ഷൻസ് കാണാം. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ആയ ന്യൂ ബോട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ പുതിയ ബോട്ടിന് ഒരു പേര് പറയാനായിട്ട് അവർ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് ഇതിന് പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റിച്ച് എന്ന്, STITC. നിങ്ങൾക്ക് എല്ലാ പേര് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പൊ സ്റ്റിച്ച് എന്നുള്ള പേര് കുഴപ്പമുണ്ടാവില്ല. നമുക്ക് അതിനൊരു യൂസർ നെയിം വേണം, അത് യുണീക്ക് ആയിട്ടുള്ള. യൂസർ നെയിമിന്റെ ഒരു കണ്ടീഷൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ബോട്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം. അപ്പൊ നമുക്കിതിന് സ്റ്റിച്ച് ബോട്ട് എന്ന് വിളിക്കാം. അത് ആരാണ്ട് എടുത്തിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ. അപ്പോ വേണമെങ്കിൽ നോക്കുമ്പോൾ അപ്പൊ ആ പേരുണ്ട്. അത് നമ്മൾ ആ അവൈലബിൾ ആയിട്ടുള്ള ഒരു പേര് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു HTTP API ടോക്കൺ കിട്ടും. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് വെക്കേണ്ട സാധനം. അപ്പോൾ ഇത് വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോട്ടിനെ ആൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടോക്കൺ ആണ് നമ്മുടെ പൈത്തൺ സ്ക്രിപ്റ്റ് ഈ ബോട്ടുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആ ടോക്കൺ. അപ്പോൾ ഇത് നമ്മുടെ പാസ്വേഡ് പോലെ സെക്യൂർ ആയിട്ട് വെക്കേണ്ട ഒരു സംഭവമാണ്. സോ ഇപ്പൊ നമ്മളൊരു പൈത്തൺ ബോട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഈ ബോട്ട് നമുക്ക് പൈത്തൺ ബോട്ടല്ല, ടെലഗ്രാം ബോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ബോട്ട് നമുക്ക് ടെലഗ്രാമിൽ എവിടെയും അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ മൈ സ്റ്റിച്ച് ബോട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ബോട്ട് നമുക്ക് കാണാം. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ടെലഗ്രാം യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സെർച്ച് ചെയ്താൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നോക്കുമ്പോൾ കാണാം ഇതിനകത്ത് ഇമേജും ഇല്ല, ഡിസ്ക്രിപ്ഷൻ ഒന്നുമില്ല. അപ്പൊ അതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് യുവർ ബോട്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക്
മൈ സ്റ്റിച്ച് ബോട്ടിനൊക്കെ അതിനകത്ത് നമുക്ക് എഡിറ്റ് ബോട്ട് ഓപ്ഷൻ ഉണ്ട്. നെയിം എഡിറ്റ് ചെയ്യാം, യൂസർ നെയിം വെച്ച് ബാക്കിയെല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ബോട്ട് പിക്, അപ്പൊ നമ്മളൊരു പിക്ചർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പിക്ചർ അതിന്റെ പ്രൊഫൈലാക്കി ഇടും. അത് നമുക്ക് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് ഞാനൊരു പിക്ചർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. ഒരു ബോട്ട് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഏത് ഭാഗം വരാന്ന് അറിയില്ല, അപ്പൊ നോക്കി നോക്കാം. എന്റെ തലയുടെ മുകൾ ഭാഗം മാത്രമാണ്. അത് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം. പക്ഷെ നമുക്ക് ഇപ്പൊ അതിന്റെ സമയം കളയേണ്ട ആവശ്യമില്ല. എന്റെ പടമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഡിസ്ക്രിപ്ഷനും എല്ലാം വേണ്ടി നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ ഈ ബോട്ടിൽ നമ്മൾ എന്തടിച്ചാലും ഒന്നും അത് തിരിച്ചു പറയാൻ പോകുന്നില്ല, കാരണം ഇത് ഇതിന് ബാക്ക് എൻഡ് ആയിട്ട് നമ്മളൊന്നും കൊടുത്തിട്ടില്ല. ഒന്നും തന്നെ പറയുന്നില്ല. അപ്പൊ നമ്മള് ഇതിനൊരു ബാക്ക് എൻഡ് കൊടുത്തത്. അപ്പൊ ഞാൻ നേരത്തെ നമ്മുടെ ആമസോൺ വെബ് ഇൻസ്റ്റൻസിനകത്ത് ഇത് റണ്ണിങ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ API മാത്രം കൊടുത്താൽ മതി. അപ്പൊ ആദ്യം അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മളെപ്പോഴും API മറന്നു പോവുകയാണെങ്കിൽ നേരെ ബോട്ട് ഫാദറിനകത്ത് പോയാൽ കിട്ടും. ബോട്ട് ഫാദറിനകത്ത് പോവാം. ഒന്നെങ്കിൽ നേരത്തെ ചാറ്റിനകത്ത് കിടപ്പുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആ ബോട്ടിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. കോപ്പി സെലക്ടഡ് ടെക്സ്റ്റ് അടിച്ചു. ഇനി നമ്മൾ ഇത് എവിടെയെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പേസ് അടക്കമാണ് വന്നേക്കുന്നത്. സ്പേസിന്റെ ആവശ്യമില്ല. അപ്പോൾ സ്പേസ് ഇല്ലാതെ തന്നെയാണ് വന്നേക്കുന്നതെന്ന് ഉറപ്പാക്കിയിട്ട് ഇടുക. അതായത് നമ്മൾ അനാവശ്യമായിട്ടുള്ള ഇത് ഒഴിവാക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്കിത് നമ്മുടെ ലോക്കൽ മെഷീനകത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കാം. അന്നേരം എവിടെന്നെങ്കിലും ഒരു ടെലഗ്രാമിൽ നിന്ന് നമ്മുടെ ഇന്റർനെറ്റിലോട്ട് കണക്ഷൻ ഉള്ള ഒരു മെഷീൻ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇട്ടാൽ അത് റൺ ചെയ്തോളും. നമുക്ക് പക്ഷെ അതിനകത്ത് എപ്പോഴും, അതായത് ഇപ്പൊ ഞാൻ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് എപ്പോഴും നമുക്ക് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് ഉത്തരം പറയണമെങ്കിൽ ആ സിസ്റ്റം എപ്പോഴും റണ്ണിങ് ആയിരിക്കണം, എപ്പോഴും നെറ്റുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം. പക്ഷെ അത് നമുക്ക് പോസിബിൾ അല്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നെറ്റൊക്കെ കട്ടാവുന്ന വരും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സെർവറിനകത്ത് ഈ പൈത്തൺ സ്ക്രിപ്റ്റ് ഹോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് കുറെ പൈത്തൺ മാത്രം ഹോസ്റ്റ് ചെയ്യുന്ന കുറെ ഫ്രീ സർവീസസ് ഉണ്ട്. റോക്കു, അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ അത് മാത്രം ഓർക്കുന്നുള്ളൂ. അങ്ങനെ 2-3 സർവീസസ് ഉണ്ട്. അതൊക്കെ വെച്ച് നിങ്ങൾക്ക് പൈത്തൺ മാത്രമായിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആമസോൺ വെബ് സർവീസസിനകത്ത് EC2 ഇൻസ്റ്റൻസ് എന്നൊരു പരിപാടിയുണ്ട്. അത് ഫ്രീ ടയറിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് 12 മാസം വരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞാലും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കിട്ടുന്നു. അപ്പൊ അങ്ങനെ ഒരു ആമസോൺ EC2 ഇൻസ്റ്റൻസിന്റെ ഒരു കൺസോളാണിത്. അപ്പൊ അതിനകത്തേക്ക് നമ്മുടെ ലോക്കൽ മെഷീനിൽ നിന്ന് ഒരു ഷെൽ ആക്സസ് വഴി കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഇതിലേക്ക്. ഇപ്പോൾ ഇവിടെ അടിക്കുന്ന കമാൻഡ് ആമസോണിന്റെ ലോക്കൽ മെഷീൻ, അതായത് ഉബുണ്ടു റൺ ചെയ്യുന്ന ആ മെഷീനിലാണ് ഇവിടെ അടിക്കുന്ന കമാൻഡ് റൺ ആവുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെ ഫയൽ ഉണ്ടെന്ന് കാണാൻ LS കമാൻഡ് ഉപയോഗിച്ചു ലിസ്റ്റ് ചെയ്യാനായിട്ട് /L കൊടുക്കും. അപ്പോൾ ഒറ്റ ഫയൽ മാത്രമേ webscript.py എന്നുള്ള ഫയൽ. അപ്പൊ ഇതിനകത്ത് തന്നെ അവിടെ നിന്ന് കാണാൻ നമുക്ക് ഏത് ടെക്സ്റ്റ് എഡിറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോ നാനോ യൂസ് ചെയ്യുന്നത്, നാനോ webscript.py. അപ്പൊ ഇതിനകത്ത് ഇത്രയും ഒരു കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പൈത്തൺ നമ്മുടെ ബോട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പച്ചേനകത്ത് ടോക്കൺ എൻട്രി ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ടോക്കൺ കൊടുക്കണം. അത് ടോക്കൺ നമ്മൾ നേരത്തെ HTTP ടോക്കൺ നമ്മുടെ ടെലഗ്രാം ബോട്ടിൽ നിന്ന് കിട്ടിയ ആ ടോക്കൺ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് Ctrl+X ഉപയോഗിക്കാം. എന്നിട്ട് S കൊടുത്ത് പേരെന്താ വേണ്ട എൻ്റർ അടിച്ചു. അപ്പൊ ഇത് സേവ് ആയിട്ടുണ്ട്. നമുക്കിത് പൈത്തൺ 3 വെച്ച് റൺ ചെയ്ത് നോക്കാം. ഞാനിത് റൺ ചെയ്ത് നോക്കിയിട്ടില്ല, ഇത് അന്ന് ചെയ്തതായിരുന്നു. അത് ആദ്യമായിട്ടും പറയുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഇന്ററപ്റ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നിങ്ങളാരും മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പൈത്തൺ 3 വെച്ച് റൺ ചെയ്ത് നോക്കാം. ഞാൻ ഈ സ്ക്രിപ്റ്റ്, ഇത് പുതിയൊരു ഇൻസ്റ്റൻസ് ആണ്. ഞാൻ ഇന്നലെ പഴയ ബോട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡിലീറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പുതിയതായിട്ട് ഗ്രൗണ്ട് അപ്പ് ഉണ്ടാക്കി കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ പൈത്തൺ 3 വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കമാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഈ പൈത്തൺ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ആകും. അപ്പൊ ലിസണിംഗ് ഒരു ഇത് നമ്മൾ കണ്ടു. നമ്മുടെ സ്റ്റിച്ചിനകത്ത് ഹായ് കൊടുത്തായിരുന്നു. ഒന്നുകൂടെ ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പൊ നേരത്തെ വെച്ച്
കണ്ടോ, നമുക്ക് അതിന്റെ പ്രൊനൗൺസിയേഷനും അതിന്റെ ഡെഫിനിഷനും നോക്കുന്നുണ്ട്. ആക്ട് ഓഫ് ലിസണിങ് ടു ഓർ ലുക്കിംഗ് അറ്റ് ഓർ സംതിങ് അബൌട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ വിളിച്ചാലും നമുക്ക് വരും. ഇപ്പോൾ ഹായ്, നിങ്ങളുടെ കയ്യിൽ ടെലിഗ്രാം ഉണ്ടെങ്കിൽ ഇപ്പോൾ മൈ സ്റ്റിച്ച് ബോട്ടിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റും. മൈ സ്റ്റിച്ച് ബോട്ട് കേട്ടോ, സ്പെല്ലിങ് സ്റ്റിച്ചിന്റെ തന്നെ സ്പെല്ലിങ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ നോക്കുന്നതും ഇത് തന്നെയാണ്. സോ നമുക്ക് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സോ വെബ് സ്ക്രേപ്പിംഗ് എന്നുള്ളത് നമ്മൾ എന്താണ് ആദ്യം ചെറുതായിട്ടൊന്ന് പറഞ്ഞു. വെബ് സ്ക്രേപ്പിംഗ് ഇസ് എ ടെക്നിക് യൂസ്ഡ് ടു എക്സ്ട്രാക്ട് ഡാറ്റ ഫ്രം വെബ്സൈറ്റ്സ്. ഇത് ഒത്തിരി പവർഫുൾ ആണ്. അതുപോലെ തന്നെ മോർ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് ഇല്ലീഗലാണ് ചില സൈറ്റിൽ യൂസ് ചെയ്യാനായിട്ട്. എക്സാമ്പിൾ ആമസോണിൽ യൂസ് ചെയ്യാനായിട്ട് ഇല്ലീഗലാണ്. അതുപോലെ തന്നെ കുറച്ച് സൈറ്റുകളിനകത്ത് ഇല്ലീഗലാണ്. അപ്പോൾ ഇത് ഇല്ലീഗലാണോ ലീഗലാണോ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ചില സൈറ്റുകളിൽ അവരുടെ അറിയാതെ അവരുടെ ഡാറ്റ എടുത്തോണ്ട് പോകുന്നത് അവർക്ക് താല്പര്യമില്ലാത്ത സൈറ്റുകളുണ്ടായിരിക്കും. സോ അതൊന്ന് മനസ്സിൽ വെക്കുക. ഇത് ലീഗലായിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുക്കാൻ ഒരു കുഴപ്പമില്ല. ശരിക്ക് സൈറ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു ആക്സസ് തരണമെങ്കിൽ API വെച്ചിട്ട് തരിക, ആപ്ലിക്കേഷൻ ഇന്റർഫേസ് വെച്ചിട്ട്. ഇപ്പൊ നമുക്ക് ഒരു സൈറ്റിലേക്ക് ഒരു റിക്വസ്റ്റ് എടുത്തിട്ട് അവർ തിരിച്ച് ഏതെങ്കിലും ഫോർമാറ്റിൽ തിരിച്ചു തരുവാണെങ്കിൽ അതിനൊരു API എന്ന് പറയും. പക്ഷെ അങ്ങനെ APIs തരാത്ത സൈറ്റുകളിൽ നിന്ന് ഡാറ്റ എടുക്കാനായിട്ടാണ് നമ്മൾ വെബ് സ്ക്രേപ്പിംഗ് ഒരു പരിധി വരെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെബ് സ്ക്രേപ്പിംഗ് ഭയങ്കര പവർഫുൾ ആയിട്ടൊരു ടൂളാണ്. നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ വില കൂടി അപ്പൊ തന്നെ നമുക്ക് ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നില്ല. ഒരു പ്രൊഡക്റ്റിന്റെ വില കുറഞ്ഞ, അതുപോലെ ഫ്ലാഷ് സെയിൽസ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ വില കുറയുന്നത് അപ്പൊ ടെലിഗ്രാമിൽ മെസ്സേജ് നമുക്ക് അപ്പൊ തന്നെ ഓർഡർ ചെയ്യാവുന്ന ഭാഗത്തിന് അത്ര പവർഫുൾ ആക്കാൻ പറ്റും. പക്ഷെ ചില സൈറ്റുകളിൽ ലീഗലല്ല. പിന്നെ നമ്മൾ എന്തായാലും പറയുന്നത്, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറിയാണ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ പൈത്തണിനകത്ത് വെബുമായിട്ട് ബേസ് ചെയ്ത് എന്ത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് പ്രിഫർ ചെയ്യുന്ന ലൈബ്രറി ഉണ്ട് റിക്വസ്റ്റ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഗെറ്റ് റിക്വസ്റ്റ്, പോസ്റ്റ് റിക്വസ്റ്റ് അതൊക്കെ നമുക്ക് പൈത്തണിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വിടാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ കാണുന്ന ഒരു പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ലൈബ്രറിയാണ്. പ്രിന്റ് എന്ന് പറഞ്ഞാൽ പ്രിട്ടി പ്രിന്റ് എന്നാണ് അത് എലാബറേറ്റ് ചെയ്ത് വായിക്കുമ്പോൾ. അതായത് നമുക്ക് ശരിക്കും ബ്രൗസറിൽ നിന്ന് സെൻഡ് ചെയ്ത് തരുന്ന ഡാറ്റ ഇങ്ങനെ ഒറ്റ സ്പേസും ഇങ്ങനെ ഇതൊന്നും ഇല്ലാത്ത ഒറ്റ ഇതായിട്ടായിരിക്കും കാണും. അപ്പൊ അത് നമ്മൾ ബ്യൂട്ടിഫുൾ സൂപ്പ് എന്ന് പറഞ്ഞ ഒരു ലൈബ്രറിയുടെ വെച്ച് അത് നമ്മുടെ ബ്രൗസർ എക്സിക്യൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ അതിന്റെ ഹൈറ്റും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ഭംഗിയിലാക്കിയിട്ട് അത് പ്രിന്റ് വെച്ചിട്ട് പ്രിന്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആദ്യം നമ്മൾ ഡിക്ഷണറി ഞാൻ ആ സൈറ്റിനകത്ത് പോകാൻ നോക്കുന്നില്ല, അത് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ലോഡ് ആവാനായിട്ട്. അപ്പൊ നമ്മൾ ഇതിൽ ഗിഫ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു മീനിങ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഇതാണ് കാണിച്ചത്. നമ്മൾ URL ബാറിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് സൈറ്റ് വരുന്നു. സൈറ്റിനകത്ത് നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് ഡിക്ഷണറി.com ആണെങ്കിൽ ഡിക്ഷണറി.com അടിച്ചു കൊടുക്കുന്നു. പക്ഷെ ഏത് വേർഡിന്റെ മീനിങ് ആണ് വേണ്ടത് ആ മീനിങ് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ കിട്ടുന്നു. അപ്പൊ ഈ ഡിക്ഷണറി.comന്റെ URLന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, സ്ക്രീൻ കാണുന്നുണ്ട്. അപ്പൊ ഇതായിരിക്കും നമ്മൾ അടിക്കുന്ന റിക്വസ്റ്റ്. ഇപ്പൊ ഡിക്ഷണറി എന്ന് നമ്മളൊരു ക്വറി കൊടുത്തു കഴിയുമ്പോൾ ആ ക്വറി അപ്പൻഡ് ആവുന്നത് നമ്മുടെ URL, അതായത് ഈ ഓക്സ്ഫോർഡ് ലേണേഴ്സ് ഡിക്ഷണറി.com എന്ന് പറയുന്നതാണ് ഇതിന്റെ ഡൊമൈൻ നെയിം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഓരോ റെപ്പോസിറ്ററീസ് ആണ്. അതിന്റെ ലാസ്റ്റ് ഡിക്ഷണറി എന്ന് പറഞ്ഞ റെപ്പോസിറ്ററിയുടെ കോഡ് ഒരു ഗെറ്റ് റിക്വസ്റ്റ് ഇടുകയാണ്. ക്യൂ എന്ന് പറഞ്ഞ ഒരു പാരാമീറ്ററിൽ ഡിക്ഷണറി എന്ന് പറഞ്ഞൊരു ഇത് നമ്മൾ റിക്വസ്റ്റ് ആയിട്ട് അയക്കുകയാണ് സെർവറിലേക്ക്. അങ്ങനെ റിക്വസ്റ്റ് ആയിട്ട് അയക്കുമ്പോൾ തിരിച്ചു വരുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഈ ഡിക്ഷണറി, അതിന്റെ പ്രൊനൗൺസിയേഷൻ അതെല്ലാം. അപ്പൊ ഇവിടെ ഈ സാധനം ഡിക്ഷണറി എന്നുള്ളത് റീപ്ലേസ് ചെയ്ത് ഏത് വേർഡ് വിട്ടാലും അതിന്റെ അർത്ഥം നമുക്ക് നമ്മുടെ നമ്മുടെ സെർവർ റിപ്ലൈ ആയിട്ട് തരും. സോ അതൊന്ന് മിമിക് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം ബ്യൂട്ടിഫുൾ സൂപ്പ് ഇമ്പോർട്ട് ചെയ്തു BS4 എന്ന് പറഞ്ഞ ലൈബ്രറിക്കകത്തുനിന്ന്. പിന്നെ റിക്വസ്റ്റ് ഇമ്പോർട്ട് ചെയ്തു. ഇപ്പൊ നിങ്ങൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് കാണിക്കും. കാരണം എന്താ, ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എന്തുണ്ടെങ്കിലും പിപ്പ് എന്ന് പറഞ്ഞ പൈത്തന്റെ പാക്കറ്റ് മാനേജർ ആണ്. അപ്പൊ പിപ്പ് ഇൻസ്റ്റാൾ, നമുക്ക് ഏതാ സാധനം അവർ എറർ കാണിക്കുന്നത്, ഇല്ല എന്ന് എറർ കാണിക്കുന്നതിന്റെ പേര് കൂടെ അടിച്ചു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ ഡൗൺലോഡ് ആകും. ഇപ്പൊ പൈത്തൺ 3 യൂസ് ചെയ്യുന്നവരാണെങ്കിൽ pip3 ഇൻസ്റ്റാൾ, നമുക്ക് ഏത് പാക്കറ്റ് വേണ്ട അതിന്റെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും. ഇപ്പോ പൈത്തൺ ഈ pip3 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പൊ കുറച്ച് മുന്നേ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു
എറർ കാണിച്ചിരുന്നു. അവർ പറയുന്ന കോഡ് അടിച്ച്, അതായത് APT ഗെറ്റ് ഇൻസ്റ്റാൾ pip3 എന്ന് അടിച്ചു കഴിയുമ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞു -y എന്ന് പറഞ്ഞിട്ടൊരു പാരാമീറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ എറർ വരുവാണെങ്കിൽ -y കോഡ് അടിച്ചാൽ മതി. സോ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി, ഗെറ്റ് മീനിങ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. നമുക്കിത് നമ്മുടെ പൈത്തനകത്ത് തന്നെ ചെയ്തു നോക്കാം. നമ്മളിവിടെ പുതിയൊരു ബാഷൽ ഓപ്പൺ ചെയ്യണം. ലോഡായി വരട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ പോലെ തന്നെ ഇവിടെ ഒരു സാധനം ബേസിലിന് കയറാൻ പറ്റുന്നില്ല എന്ന് പറയും കേട്ടാ. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ സെർവറിനകത്ത് നമ്മളൊരു സ്ക്രിപ്റ്റ് കയറ്റുന്നത് പോലെ തന്നെ നമ്മളിവിടെ നാനോ യൂസ് ചെയ്ത് തന്നെ നമുക്ക് കയറ്റാൻ നോക്കാം. അപ്പൊ ഒരു web.py എന്നുള്ളൊരു ഫയൽ ഉണ്ടാക്കി നമ്മൾ അതിലേക്ക് നേരത്തെ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്തു. ഇത് ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്തത് മനസ്സിലായില്ല എല്ലാവർക്കും? ഇമ്പോർട്ട് ചെയ്തത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കണമെന്നില്ല കേട്ടോ, ആൾക്കാരോട് ചോദിക്കണം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഷാരോണ് ഇമ്പോർട്ട് ചെയ്ത് മനസ്സിലായോ? ഷാരോണ് ഷാരോണ് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ വേറെ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഷാലുവിന് മനസ്സിലായോ? ഷാലു ഫോൺ വെച്ചിട്ട് ഇതിലേക്ക് പോയി. ഷാലു മനസ്സിലായതാണ്. അപ്പൊ നമ്മൾ ഇത്രയും സാധനം ഇമ്പോർട്ട് ചെയ്തു. പിന്നെ ഒരു ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യാനായിട്ട് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ്, ഡെഫ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ച് ഫംഗ്ഷന്റെ പേര് ഗെറ്റ് മീനിങ് ആണ്. ഈ ഫംഗ്ഷനകത്തേക്ക് നമ്മൾ ടെക്സ്റ്റ് ആണ് എടുക്കുന്നത്. ഈ ടെക്സ്റ്റ് നമ്മൾ എവിടെ അപ്പൻഡ് ചെയ്യുന്നത്? ഈ URL-നകത്ത് നമ്മൾ ഇവിടെ അപ്പൻഡ് ചെയ്യണം ടെക്സ്റ്റ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് അപ്പൻഡ് ചെയ്യുന്നത്. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? നമ്മൾ നേരത്തെ ആ URL കണ്ടു, അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് Q ഈക്വൽസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ് കൊടുക്കുന്ന എന്ത് വാക്കായാലും അതിന്റെ മീനിങ് അവർ തരാനായിട്ട് നമുക്ക് സെർവറിൽ നിന്ന് റെസ്പോൺസ് കിട്ടും. അതിന്റെ മീനിങ് ഡെഫിനിഷൻ ഉള്ള ഒരു പേജ്. അപ്പോൾ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്ത് എന്ത് ടെക്സ്റ്റ് കൊടുക്കുന്നു, അതായത് ഇപ്പോൾ ആ ടെക്സ്റ്റ് നമ്മളിപ്പോ നേരത്തെ ബോട്ടിനകത്ത് കണ്ടതുപോലെ തന്നെ നമ്മളിപ്പോ ഹായ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ടെക്സ്റ്റ് റീപ്ലേസ് ആയി അവിടെ ഹായ് എന്ന് പറഞ്ഞിട്ട് അപ്പൻഡ് ആയിട്ട് നമ്മുടെ റിക്വസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ലൈബ്രറി വെച്ചിട്ട് ഈ dictionary.com-ലേക്ക് ഒരു റിക്വസ്റ്റ് പോകും. അവിടെ നിന്ന് വരുന്ന റെസ്പോൺസിനെ നമ്മൾ എടുത്ത് പ്രിന്റ് വെച്ചിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഈ ചെറിയ സ്ക്രിപ്റ്റ്. ഇപ്പൊ വേർഡ് ഈക്വൽ ടു ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നുണ്ട്. ഈ വേർഡ് സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ ശ്രദ്ധിച്ചു? വേർഡ് സ്ട്രിപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വേർഡ് കൊടുക്കാൻ നേരത്ത് ആദ്യം ഒരു സ്പേസ് അതുപോലെ അവസാനം ഒരു സ്പേസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേർഡ് സ്ട്രിപ്പ് നമുക്ക് ഏത് വാക്കുകളെ സ്ട്രിപ്പ് ചെയ്യേണ്ടതെന്ന് ഇവിടെ വേണമെങ്കിൽ ക്യാരക്ടർ ആയിട്ട് കൊടുക്കാം. സ്ക്വയർ ബ്രാക്കറ്റ്സിലാണ് തോന്നുന്നത്. ഡിഫോൾട്ട് ആയിട്ട് അത് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് അവസാനം ആദ്യമുള്ള സ്പേസസ് ആയിരിക്കും. അവസാനം ആദ്യമുള്ള സ്പേസസ് സ്ട്രിപ്പ് ചെയ്തിട്ടുള്ള വേർഡ് ലോവർ ചെയ്യും. എന്തിനാ ലോവർ ചെയ്യുന്നതെന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. നമ്മളിപ്പോ യൂസർ ഇപ്പോ ഹായ് എന്നുള്ള H ക്യാപിറ്റലും ബാക്കി AI സ്മോളും ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എല്ലാം ക്യാപ്സ് ആയിട്ട് അടിക്കാം, എല്ലാം സ്മോൾ ആയിട്ട് അടിക്കാം. പക്ഷെ ഏത് വന്നാലും ഒരു യൂണിഫോം ആയിട്ട് റിക്വസ്റ്റ് ഇടാനായിട്ടാണ് നമ്മൾ ഈ സ്ട്രിപ്പ് ഫംഗ്ഷൻ ലോവർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സ് എന്നുള്ളൊരു വേർഡാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ വേർഡ് ഗെറ്റ് മീനിങ് എന്നുള്ള ആ ഫംഗ്ഷനകത്തേക്ക് നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. ഗെറ്റ് മീനിങ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട് ഈ വേർഡ് വെച്ചിട്ട്. വേർഡ് എന്താ? മാത്തമാറ്റിക്സ്. ഇപ്പൊ ബേസിക്കലി എന്താ ഉണ്ടാവുന്നത്? ഈ ഗെറ്റ് മീനിങ് എന്നുള്ള ഫംഗ്ഷനകത്തേക്ക് മാത്തമാറ്റിക്സ് എന്നുള്ള വേർഡ് കൊടുത്തുവിടുക. അപ്പോൾ ഈ URL-ന്റെ കൂടെ മാത്തമാറ്റിക്സ് എന്നുള്ളത് ഇതാവും, അപ്പൻഡ് ആവും. എന്നിട്ട് ഈ റിക്വസ്റ്റ് .get URL എന്ന് പറയുമ്പോൾ ഈ URL റിക്വസ്റ്റ് ചെയ്യും. നമ്മൾ ഈ സെർവറിലേക്ക് റിക്വസ്റ്റ് ചെയ്യും. ആ ഗെറ്റ് റിക്വസ്റ്റ് ചെയ്യും. ആ റിക്വസ്റ്റ് തിരിച്ചു വരുമ്പോൾ നമ്മൾ അതിനെ
HTML ബേസിൽ വെച്ചിട്ട് ചെയ്തിട്ട് അത് നമ്മൾ പ്രിന്റ് വെച്ചിട്ട് പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കി വെക്കാം. അപ്പൊ ഇത് സേവ് ചെയ്യാനായിട്ട് Ctrl+X അടിച്ചു. Y4 സേവ് എസ്. ഇനി Python 3 പെർമിഷൻ ഡിനൈഡ്. നമ്മൾ sudo ഇതിനകത്ത് sudo ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് പണി നിർത്താൻ ശ്രദ്ധിക്കാൻ കമാൻഡ് പ്രോംപ്റ്റ് തുറക്കാം. കമാൻഡ് പ്രോംപ്റ്റിനകത്ത് sudo ഉണ്ട്. പവർ ഷെല്ല് തുറക്കാം. പവർ ഷെല്ലിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പവർ ഷെല്ല് വിൻഡോ എടുക്കുക. ഒന്ന് ലോഡ് ആകട്ടെ. sudo is not recognizable. Python നോക്കിക്കാം. Python 3 എന്ത് കാരണം കൊണ്ട് നമുക്ക് ഇതിന്റെ ലഭിച്ചില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. സിന്റെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജസോട് കൂടി ഓപ്പൺ ചെയ്യണം. നേരത്തെ പെർമിഷൻ ഇല്ലാന്നല്ലേ പറഞ്ഞത്. നമുക്കിവിടെ റെസ്പോൺസ് വന്നിരിക്കുന്നുണ്ടോ? ഹായ് എന്നുള്ള വാക്കിന് ആ പേജ് ഫുള്ളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനകത്തെ ഒരു ആ പേജിനകത്ത് ഫുള്ളിത്തെ ഒരു ചിലപ്പോൾ ഒരു സ്പാനിന്റെ ഉള്ളിലായിരിക്കും ഡെഫിനേഷൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡിവിഷന്റെ ഉള്ളിലായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾക്ക് വെബ് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സ്പാൻ ഡിവിഷൻ ഒക്കെ മനസ്സിലാവും. ആ സ്പാനിന്റെ ക്ലാസ് നെയിം വെച്ചിട്ട് നമുക്ക് അതിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ബ്യൂട്ടിഫുൾ സൂപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഒന്നുകൂടെ നോക്കി നോക്കാം. എന്റെ ലാപ്ടോപ്പ് ഒരു പ്രത്യേക വേറെ ആൾക്ക് കൊടുത്തു. അപ്പോൾ എന്റെ പഴയ സിസ്റ്റം എടുത്ത് അത്ര സ്പീഡ് കുറവാണ് ഇതിന്. നമുക്ക് അങ്ങോട്ട് നാവിഗേറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ LS പകരം DIR എന്നുള്ള കമാൻഡ്. ചേഞ്ച് ഡയറക്ടറി CD തന്നെ. നമുക്ക് പോകേണ്ടത് സ്നിച്ച് കോട്ടിനകത്തേക്കാണ്. അപ്പോൾ ചേഞ്ച് ഡയറക്ടറി സ്റ്റിച്ച് ഇവിടെ നമുക്ക് റൺ ചെയ്യേണ്ടത് 5.3 വെബ് അല്ലേ. നമുക്കത് പ്രിന്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടെ കോഡ് ചെക്ക് ചെയ്യേണ്ട വരും. നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും. നമുക്കിത് ID വെച്ചിട്ട് നോക്കാം. നമ്മുടെ നാനോ വെച്ച് ക്രിയേറ്റ് ചെയ്ത ഫയല് ഐഡിയയിലേക്ക് തുറന്നതാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. മിസ്റ്റേക്സ് വരാതിരിക്കാൻ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത, പക്ഷെ എന്താണോ അങ്ങനെ വരുന്നത് അറിയില്ല. അതൊന്ന് റൺ ചെയ്ത് നോക്കാം.
ഇപ്പൊ നമുക്ക് കാണാറുണ്ട് വലിയൊരു ഔട്ട്പുട്ട് വന്നുകൊണ്ട് അതിനെ കാണിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അൺറെസ്പോൺസീവ് ആവും, നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കും. അപ്പൊ നമ്മുടെ കോഡ് വർക്ക് ചെയ്തു, അതെന്താ നോക്കണം, പ്രോംപ്റ്റ് വർക്ക് ചെയ്തിരുന്നത് ശരിക്കും ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 3 ഇമ്പോർട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് ഇത് 3 ഉപയോഗിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വേർഡ് എന്ന് പറഞ്ഞത് മാത്തമാറ്റിക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഈ മാത്തമാറ്റിക്സിനെ നമ്മൾ ഈ ഫംഗ്ഷൻ കോഡിലൂടെ ഇങ്ങോട്ട് വിട്ടു. ഇവിടെ മാത്തമാറ്റിക്സ് വന്നു. അപ്പോൾ ഈ മാത്തമാറ്റിക്സ് വന്ന സാധനം ഇവിടെ അറ്റൻഡ് ആയി. അപ്പോൾ മൊത്തം ഈ റിക്വസ്റ്റ് കംപ്ലീറ്റ് ആയി. ഈ റിക്വസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഇത്രയും ഈ കോഡ് നടത്തിയത്. അപ്പൊ ഈ ഫംഗ്ഷനകത്ത് നടക്കുന്നത് ഒരു റിക്വസ്റ്റ് ക്രാഫ്റ്റ് ആവുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് പോകും. ഈ റിക്വസ്റ്റ് സെർവറിലേക്ക് വിടും. അവിടെ നിന്ന് വരുന്ന റെസ്പോൺസ് ഇച്ചിരി ഭംഗി വരുത്തിയിട്ട്, ബ്യൂട്ടിഫുൾ സൂപ്പ് വെച്ച് ഇച്ചിരി ഭംഗി വരുത്തിയിട്ട് പ്രിന്റ് വെച്ചിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കും. അങ്ങനെ പ്രിന്റ് ചെയ്ത ആ റെസ്പോൺസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഇപ്പൊ ഈ മാത്തമാറ്റിക്സ് എന്ന് നമ്മൾ കൊടുത്തേക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. എവിടെയാണെന്ന് എനിക്ക് വലിയ പിടിച്ചില്ല. ഇതിനകത്ത് എവിടെയോ അതിന്റെ മീനിങ്ങും അതിന്റെ പ്രൊനൗൺസിയേഷന്റെ ആ MP3 ഫയലിന്റെ ലിങ്കും ഇതിനകത്ത് നമുക്ക് കിട്ടും. ഈ മാത്തമാറ്റിക്സ് മാറ്റി നമ്മൾ ഇവിടെ, നിങ്ങളൊരു വാക്ക് പറഞ്ഞ ഏതെങ്കിലും അർത്ഥം നോക്കാനുള്ള ഒരു വാക്ക്, നിങ്ങൾ മിണ്ടാതിരിക്കല്ലേ, ആരെങ്കിലും ഒരു വാക്ക് സജസ്റ്റ് ചെയ്തേ. ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, നമുക്ക് എസ് എന്നുള്ളൊരു വാക്ക് നോക്കിയേക്കാം. നേരത്തെ ഷാലിന്റെ എസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റൺ ചെയ്യുന്ന കാണാം. റിക്വസ്റ്റ് വിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുക. സ്ക്വീസ് ചെയ്തിട്ടുണ്ട് കാണിക്കുന്നു. നമുക്ക് ആ റിക്വസ്റ്റ് കിട്ടി. പക്ഷെ നമുക്കിത് മൊത്തം കാണിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഡെഫിനിഷനും ഇത് മാത്രം കണ്ടാൽ മതി. നമ്മുടെ അതിന്റെ പ്രൊനൗൺസിയേഷന്റെ ആ സാധനം കൂടെ കണ്ടാൽ മതി. അപ്പൊ ഇതിനകത്തുനിന്ന് സെർച്ച് ചെയ്തെടുക്കണം നമ്മൾ. അപ്പൊ ഇതിനകത്തുനിന്ന് സെർച്ച് ചെയ്തെടുക്കണം നമ്മള്. അപ്പൊ ഇത് സെർച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ ബ്യൂട്ടിഫുൾ സൂപ്പിനകത്ത് തന്നെ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അതെന്താണ് നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഡെഫിനിഷൻ കാണിക്കുന്നത്, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഉള്ളത് സൗണ്ട് ഓഡിയോ പ്ലേ ബട്ടൺ എന്ന് പറയുന്ന ഒരു ഡിവിഷനകത്താണ്. ക്ലാസ് എന്ന് പറഞ്ഞ ക്ലാസിന്റെ പേരിൽ ഒരു ഡിവിഷനകത്താണ് അതിന്റെ നമ്മുടെ ഇത് കിടക്കുന്നത്, പ്രൊനൗൺസിയേഷൻ കിടക്കുന്നത്. അതുപോലെ വേർഡിന്റെ മീനിങ് കിടക്കുന്നത് ഡെഫ് എന്ന് പറഞ്ഞ ഒരു സ്പാനിനകത്താണ്. ക്ലാസ് നെയിം ഡെഫ് ആയിട്ടുള്ള ഒരു സ്പാനിനകത്താണ് കിടക്കുന്നത്. അപ്പൊ ഇത് സെർച്ച് ചെയ്തെടുക്കാൻ നമ്മളെ കോഡ് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ ഈ കിട്ടുന്നത് പ്രിന്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമ്മളൊരു എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഇട്ടിട്ട്, എറർ ഹാൻഡ്ലിംഗ് ഇട്ട് ട്രൈ എക്സെപ്റ്റിനകത്തിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യും ഇതിന്റെ ഇത് കിട്ടാനായിട്ട്. ഇത് എന്തിനാ ട്രൈ എക്സെപ്റ്റിനകത്ത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അർത്ഥം ഇല്ലാത്തൊരു വാക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എററായിട്ട് പ്രോഗ്രാം ക്രാഷ് ആവില്ല, അതിന് തിരിച്ചു തരാനൊന്നുമില്ല. അപ്പൊ അത് ഒന്ന് മാറ്റാനായിട്ട് നമ്മൾ ഒരു എറർ ഹാൻഡ്ലിംഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാക്ക് ഇതിനകത്തുണ്ടെങ്കിൽ ഈ സാധനം പ്രിന്റ് ആവും. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ soup.find എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ ഡിവിഷൻ ഫൈൻഡ് ചെയ്യണം. കുറെ ഡിവിഷൻ ഉണ്ടാവില്ല. അതിന്റെ ക്ലാസ് നെയിം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സൗണ്ട് ഓഡിയോ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞ ഈ ക്ലാസ് നെയിം ഉള്ള ഈ ഡിവിഷൻ നോക്കി പിടിക്കും. അതിനകത്ത് ഡാറ്റ SRC MP3 എന്ന് പറയുന്ന അതിനോട് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ നമ്മൾ ഗെറ്റ് ചെയ്ത് MP3 ലിങ്കിലേക്ക് വെക്കും. എന്നിട്ട് ആ ലിങ്ക് പ്രിന്റ് ചെയ്ത് കാണിക്കാനുള്ള ഇതാണ്. നമുക്കിപ്പോ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് കോപ്പി ചെയ്തു, നമ്മുടെ പൈത്തൺ ഐഡിയിൽ എടുത്തു, ഇതിനകത്തേക്ക് ഇത് പേസ്റ്റ് ചെയ്തു. പക്ഷെ നമുക്ക് ഇത് ഫുള്ള് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കുറെ ലോഡ് ആവില്ലേ. അത് പ്രിന്റ് ചെയ്യാം. ആ വരി നമുക്ക് കളയാം.
ബാക്കിയുള്ളത് റൺ ചെയ്ത് നോക്കും. മാത്തമാറ്റിക്സിന് പകരം വേറൊരു വാക്ക് പറയാം ആരെങ്കിലും ഓൺലൈനിലുണ്ടെങ്കിൽ. ആരെങ്കിലും ഒരു വാക്ക് പറയാമോ? റോബോട്ട്, നല്ലൊരു വാക്ക്. ROBOT, റോബോട്ട്. അപ്പൊ നമ്മൾ ഇത് സേവ് ചെയ്ത് ഇത് റൺ ചെയ്യാണ്. അപ്പോൾ ഇത് നേരത്തെ വന്നതാണ്. അതിന്റെ താഴെ കണ്ടോ URL-ന്റെ ലിങ്കും വന്നു. URL-ന്റെ ലിങ്ക് അല്ല, നമ്മുടെ പ്രൊണൗൺസിയേഷൻ MP3-യുടെ ലിങ്കും പ്രിന്റായി. അതുപോലെ തന്നെ എന്റെ ഡെഫിനിഷൻ ലോഗായിട്ടുണ്ട്. എ മെഷീൻ ദാറ്റ് ക്യാൻ പെർഫോം എ കോംപ്ലിക്കേറ്റഡ് സീരീസ് ഓഫ് ടാസ്ക് ബൈ ഇറ്റ്സെൽഫ്. ഇനി നമുക്ക് അർത്ഥം കിട്ടാത്തൊരു വാക്ക് അടിച്ചു നോക്കാം. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണ്ടേ. അപ്പൊ അർത്ഥം കിട്ടാത്തൊരു വാക്ക് ഇപ്പോ ടിൻസി അടിച്ച് സേവ് ചെയ്ത് നോക്കി നോക്കാം. ടിൻസിന് അർത്ഥം കാണില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താഴെ നിന്നാവുന്നുണ്ട് എന്താ പ്രൊനൗൺസിയേഷൻ നോട്ട് ഫൗണ്ട്, മീനിങ് നോട്ട് ഫൗണ്ട്. അപ്പൊ ഈ എക്സെപ്ഷനും വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് ടെലഗ്രാമിലേക്ക് സെൻഡ് ചെയ്യാനുള്ള പരിപാടി നോക്കണം. അപ്പൊ ഇതിന് ടെലഗ്രാമിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? നേരത്തെ ഒരു API കീയുടെ ഒരു കാര്യം പറയായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ എടുത്തു വെക്കണം. നിങ്ങൾ ആരെങ്കിലും കൂടെ ഫോളോ ചെയ്യുന്നവരുണ്ടോ? ആരും തന്നെ ഇല്ലാന്ന് പ്രതീക്ഷിക്കാം. ടിവിൻ കൂടെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് ഷാരോൺ പറയുന്നത്. അവനിവിടെ കാണുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. ഇനി ടെലഗ്രാം ബോട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം? നമ്മൾ നേരത്തെ ബോട്ട് ഫാദറിൽ പോയി ബോട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഇനി ബോട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വേറെ കുറച്ച് ലൈബ്രറീസും കൂടെ ആവശ്യമുണ്ട്. ഈ ടെലിപോർട്ട് എന്ന് പറഞ്ഞൊരു ലൈബ്രറി നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ലൈബ്രറിയാണ്. നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അധികം പണിയില്ല. ജസ്റ്റ് ചെറിയ ചെറിയ ഫംഗ്ഷൻ കോളുകൾ മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. അറിയാമെന്നാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഈ async.io എന്ന് പറഞ്ഞ അസിൻക്രണസ് പ്രോഗ്രാമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന, അസിൻക്രണസ് ബോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറിയാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നാണ് ഈ IO ഉദ്ദേശിക്കുന്നത്. അസിൻക്രണസ് ഇൻപുട്ട് ഔട്ട്പുട്ട്. അസിൻക്രണസ് എന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇനി ടെലിപോർട്ട് എന്ന് പറഞ്ഞാൽ ടെലഗ്രാമും നമ്മുടെ ഈ പൈത്തണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ്. ടെലിപോർട്ടിന്റെ അസിൻക്രണസ് ഇൻപുട്ട് ഔട്ട്പുട്ടും കൂടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെലിപോർട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഈ AIO ഇമ്പോർട്ട് ആവുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ AIOന്റെ ഉള്ളിൽ ലൂപ്പിനകത്തുനിന്ന് മെസ്സേജ് ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂളും കൂടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചാൽ കറക്റ്റ് ഫുൾ അറിയണമെന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നേരത്തെ നമ്മുടെ മെസ്സേജ് ഒക്കെ ഇപ്പൊ അസിങ്ക് ഒരു ഫംഗ്ഷൻ ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ഒക്കെ ഒരു അസിങ്ക് ഫംഗ്ഷൻ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അത് ഈ ലൈബ്രറി ആയിട്ട് വർക്ക് ചെയ്യാൻ, ലൈബ്രറി ആയിട്ട് കൂടി വർക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് അസിങ്ക് ഫംഗ്ഷൻ ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ എന്താ ഉള്ളത്, നമ്മൾ ടെലിപോർട്ട്, അതായത് നമ്മൾ ടെലിഗ്രാമിൽ നിന്ന് വരുന്ന മെസ്സേജ് ആണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ഈ മെസ്സേജ് അതിന് ടെലിപോർട്ടിലെ ഗ്ലാൻസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ഗ്ലാൻസ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ID ടൈപ്പും കണ്ടന്റ് ടൈപ്പും സേവ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ അതിനകത്ത് കണ്ടന്റ് ടൈപ്പും ചാറ്റ് ടൈപ്പും ID-യും കൂടെ ലോഗ് ചെയ്യുന്നുണ്ട്. ഇവിടെ കിട്ടുന്നതെല്ലാം പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഈ മെസ്സേജിന് എന്തിനാ പി പ്രിന്റ് യൂസ് ചെയ്തതെന്ന് ചിലർക്കെങ്കിലും സംശയം വരാം. മെസ്സേജിന് പി പ്രിന്റ് യൂസ് ചെയ്തതിന്റെ ശരിക്കും പി പ്രിന്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പൈത്തന്റെ പ്രിന്റിന് ഇത്ര സാധനങ്ങൾ മാത്രമേ പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര ക്യാരക്ടേഴ്സ്, അതുപോലെ എന്താ പറയാ, ഈ ഫോർമാറ്റിംഗ് ഉള്ളതൊന്നും പ്രിന്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് പൈത്തന്റെ അതൊന്നും പ്രിന്റിനകത്തില്ല. ഉണ്ട്, അത് നമ്മൾ കുറെ നമ്മുടെ എക്സെപ്ഷൻ എന്താ പറയാ, എക്സെപ്ഷൻ സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് സാധനല്ലേ, /t ഒക്കെ ഇട്ടിട്ട് ടാബ് സ്പേസ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അതില്ലാതെ ഇപ്പൊ നമ്മള് HTML-നകത്ത് പറയുകയാണെങ്കിൽ പ്രീ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത് പോലെ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പി പ്രിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ മെസ്സേജിനകത്ത് നമ്മൾ സ്പേസും ടാബും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ പ്രിന്റ് ആക്കാനാണ് നമ്മൾ പി പ്രിന്റ് ഉപയോഗിക്കുന്നത്. ഇനി ഇതെന്നായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് വരെ ബോട്ടിന് ഒരു മെസ്സേജ് റിസീവ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ നമുക്ക് ഇവിടെ ടോക്കൺ വേസ്റ്റ് ചെയ്യണം. നമ്മുടെ ബോട്ടിന്റെ ടോക്കൺ ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോട്ടിന് എന്തെങ്കിലും മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ചാറ്റ് ID-യും സംഭവം കണ്ടുപിടിച്ച് തരുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ്.
സോ ഇതെല്ലാം കൂടെ യൂസ് ചെയ്ത് അവസാനം നമ്മൾ ഒറ്റ സ്ക്രിപ്റ്റ് ആക്കും. അപ്പോൾ നമുക്ക് നമ്മളിവിടെ ഐഡിയയിൽ ചെയ്തായിരുന്നു. അപ്പോൾ ഐഡിയയിലേക്കകത്ത് ഇതെല്ലാം കൂടെ പേസ്റ്റ് ചെയ്തു. നമുക്ക് ഇവിടെ നമ്മുടെ ബോട്ടിന്റെ API ടോക്കൺ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ എവിടെയാണ് കിട്ടുക? നേരെ ടെലഗ്രാമിൽ പോയി ബോട്ട് ഫാദറിനകത്ത് കയറി API ടോക്കൺ എടുത്തു, ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു, എന്നിട്ട് സേവ് ചെയ്തു, ഇത് റൺ ചെയ്തു. ഇത് റൺ ചെയ്യാൻ നേരത്തെ നമുക്ക് കാണാൻ പറ്റും എന്ത് എറർ വന്നിട്ടുണ്ട്. ടെലിപോർട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ നേരത്തെ ഇമ്പോർട്ട് ചെയ്യുന്ന കാണിച്ചില്ല, പറഞ്ഞില്ല. അതൊന്നും ചെയ്ത് നോക്കാം. pip 3 install സ്പെല്ലിംഗ് ശരിയല്ലേ നോക്കണം. ടെലിപോർട്ട് എന്തൊക്കെയോ പ്രശ്നം വന്നിട്ടുണ്ട്. ശരിക്കും ലിനക്സിലെ പോലെ അല്ലായിരിക്കും വിൻഡോസിലുള്ള ലിനക്സിൽ. അപ്പൊ നമ്മൾ ആമസോൺ EC2 ഇൻസ്റ്റൻസിനകത്ത് ചെയ്ത കമാൻഡ്സ് ആണ് ഇത്. അപ്പോൾ ഇതല്ലായിരിക്കും ചിലപ്പോൾ ഇവിടെ വരുന്നത്. നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് നേരെ ആമസോൺ ഇൻസ്റ്റൻസിനകത്തിട്ട് കാണിച്ചിട്ട്. അപ്പൊ നമ്മൾ നേരെ വെബ് ഇൻസ്റ്റൻസിന്റെ ഷെല്ലിലേക്ക് പോയി. ഇവിടെ കോഡ് റൺ ആയിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ ടെർമിനേറ്റ് ചെയ്തു. വേറൊരു ഫയൽ ഉണ്ടാക്കണം. അതിന്റെ ഫയൽ ഉണ്ടാക്കാൻ നമ്മൾ നാനോ ഉപയോഗിച്ചു. നാനോ ഫയലിന്റെ പേര് വെബ് പൈത്തൺ ഫയൽ ആയതുകൊണ്ട് എക്സ്റ്റൻഷൻ py കൊടുത്തു. അപ്പോൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് എന്തായിരുന്നു പേസ്റ്റ് ചെയ്യേണ്ടത്? നമ്മുടെ ഇത് നമ്മൾ കോപ്പി ചെയ്തു. ഇത് ഗിറ്റ് ബാഷ് ആയതുകൊണ്ട് ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാനായിട്ട് Ctrl V അടിച്ചാൽ പറ്റില്ല, Ctrl Shift V അടിച്ചാൽ പറ്റില്ല. ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് ഇൻസേർട്ടും കോപ്പി ചെയ്യാനായിട്ട് Ctrl ഇൻസേർട്ടും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ സേവ് ചെയ്ത് വെച്ചു. ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു. ഞാൻ ആദ്യം പറയാൻ നോക്കിയാലും സേവ് ചെയ്തു. വൈ വന്നു. ഓക്കെ, ഇപ്പൊ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ലിസ്റ്റ് ചെയ്ത 2 ഫയലാണ്. മറ്റേ നേരത്തെ വെബ്സ്ക്രൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഫുൾ കോഡുള്ളത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തെ നമ്മളെന്തെങ്കിലും മെസ്സേജ് അയച്ചത് കാണാൻ മാത്രമുള്ള ഒരു സംഭവം. അന്നേരം നമ്മൾ ഇവിടെ നോക്കുകയാണ്. പൈത്തൺ 3 ലിസൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ബോട്ടിനകത്ത് പോയി എന്തെങ്കിലും മെസ്സേജ് അയച്ചു നോക്കി നോക്കാം. ഇച്ചിരി സ്ലോ ആണ്, നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. ഇവിടെ നമ്മുടെ ബോട്ട് സ്റ്റിച്ചിന് കിട്ടി. നമ്മള് അയച്ചു. അയക്കുമ്പോൾ തന്നെ അതിന് മെസ്സേജ് കിട്ടിയ ഒരു സംഭവമുണ്ട്. ഇതിപ്പോ ഞാൻ എന്റെ സിസ്റ്റത്തിൽ നിന്ന് അയച്ചാൽ മാത്രമല്ല, ലോകത്ത് എവിടെ നിന്നിട്ടും ഈ സ്റ്റിച്ചിനൊരു ആള് മെസ്സേജ് അയച്ചാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രിന്റ് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രിന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. നമ്മുടെ അവസാനം ഈ പ്രിന്റിന്റെ ആവശ്യം വരുന്നില്ല. നേരെ നമുക്ക് ഇതിനകത്തേക്ക് കൂടെയല്ലേ. നിങ്ങൾക്ക് പ്രിന്റ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നേരത്തെ പോലെ തന്നെ പിപ്3 ഇൻസ്റ്റാൾ പ്രിന്റ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്താണ്. ഇപ്പൊ നമുക്ക് എന്തോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഈ മെസ്സേജ് ഇതിന്റെ ഉദ്ദേശം അത്ര ഉണ്ടെങ്കിൽ ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. അടുത്ത ഘട്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ടെലഗ്രാമിലേക്ക് അയക്കണം. അപ്പൊ നമ്മുടെ നേരത്തെ ആ ഒരു ഇതും, അതായത് മീനിങ് കണ്ടുപിടിക്കുന്നതും പിന്നെ ഇതിനകത്തുനിന്ന് മെസ്സേജ് വരുന്നതും ആ സാധനങ്ങളും രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ലാസ്റ്റത്തെ കോഡാണിത്. അപ്പൊ ഈ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഫുള്ള് ഈ ബോട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നേരത്തെ ചെയ്ത് നമുക്ക് ആദ്യം ഒരു നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഇമ്പോർട്ട് ചെയ്തു. നമ്മുടെ ബ്യൂട്ടിഫുൾ സൂപ്പ്, പ്രിന്റ് റിക്വസ്റ്റ് ആദ്യത്തെ ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതും പിന്നെ ടെലഗ്രാമിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ടെലിപോർട്ടിന്റെയും അസിങ്ക് IOയുടെയും അത് എല്ലാം കൂടെ ഒരുമിച്ച് ഇമ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ മെസ്സേജ് ടെലഗ്രാമിൽ നിന്ന് കിട്ടുന്ന മെസ്സേജിന്റെ ആ ഫംഗ്ഷനാണിത്. അതൊരു അസിങ്ക് ഫംഗ്ഷൻ ആക്കി വെച്ചു. പിന്നെ ഗെറ്റ് മീനിങ്ങിന്റെ ഫംഗ്ഷൻ നമ്മൾ അതും ഒരു അസിങ്കിലേക്ക് മാറ്റി. ചുമ്മാ അസിങ്ക് എന്ന് ഇവിടെ ഇട്ടിട്ടുള്ളൂ, അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നോക്കിക്കോ,
യൂസർ നെയിം എന്താ, മെസ്സേജിന്റെ ചാറ്റും ഫസ്റ്റ് നെയിമും. അതായത് ഈ സാധനമൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. ഇതൊക്കെ നമ്മൾ ടെലിപോർട്ടിനകത്ത് ഓൾറെഡി ഡിഫൈൻ ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ചാറ്റ് ഐ ഡി ഗ്ലോബൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മള് ടെലിഗ്രാം നേരത്തെ പറഞ്ഞല്ലോ, അസിൻക്രണസ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരാൾക്കാരെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്താലാണല്ലോ ആള് തരുന്നതിന് ആൾക്കിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഈ ചാറ്റ് ഐ ഡി. അത് ഓരോ ചാറ്റിനും യുണീക്ക് ആയിരിക്കും. അപ്പൊ ഈ ചാറ്റ് ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഈ ചാറ്റ് ഐ ഡി ഗ്ലോബൽ ആയിട്ട് ഇട്ടതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ആൾക്കാർ അവരുടെ തന്നെ റെസ്പോൺസ് കിട്ടാനായിട്ട്. അപ്പൊ ഈ നമ്മുടെ ഇവിടെ യൂസർ നെയിം കിട്ടിയിട്ടുണ്ട്. ഏത് യൂസറാണ് നമുക്ക് മെസ്സേജ് നമുക്ക് ഇവിടെ യൂസർ നെയിമിനകത്ത് കിട്ടും. കണ്ടന്റ് ടെക്സ്റ്റ് ആണെങ്കിൽ, അതായത് നമുക്ക് ടെലഗ്രാമിൽ കൂടെ ഇമേജും അയക്കാം, ഓഡിയോ അയക്കാം, അങ്ങനെ കോണ്ടാക്ട്സ് അയക്കാം, കുറെ സാധനങ്ങൾ അയക്കാം. അപ്പൊ ഇതിനകത്ത് ടെക്സ്റ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് റിപ്ലൈ കൊടുത്താൽ മതി, കാരണം തൽക്കാലത്തേക്ക് അതിന്റെ ആവശ്യമുള്ളൂ. അപ്പം മെസ്സേജ് ടെക്സ്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് മെസ്സേജിന് ടെക്സ്റ്റിനകത്തേക്ക് നമ്മുടെ ഈ മെസ്സേജിന് വെക്കും. ഈ മെസ്സേജ് ഡോട്ട് ടെക്സ്റ്റിനകത്തായിരിക്കും നമ്മളിപ്പോൾ ഹായ് എന്ന ടെലഗ്രാമിൽ നിന്ന് കൊടുക്കുന്നെങ്കിൽ അതായിരിക്കും ഈ ടെക്സ്റ്റിനകത്തേക്ക് വരുന്നത്. എന്നിട്ട് ഈ ടെക്സ്റ്റിനെ നമ്മൾ സ്ട്രിപ്പ് ചെയ്തു. നേരത്തെ നമ്മൾ മാത്തമാറ്റിക്സിനെ ഒക്കെ സ്ട്രിപ്പ് ചെയ്ത സെയിം അതേപോലെ തന്നെ ടെക്സ്റ്റിനെ സ്ട്രിപ്പ് ചെയ്തിട്ട് അതിനെ ലോവർ ചെയ്ത് ഗെറ്റ് മീനിങ് എന്നുള്ള ഫംഗ്ഷനകത്തേക്ക് വിടും. ഗെറ്റ് മീനിങ് എന്നുള്ള ഫംഗ്ഷൻ എവിടെയാണ് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ യു ആർ എല്ലിന്റെ പുറകിൽ ടെക്സ്റ്റ് എന്ന് പോയാലും. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, മെസ്സേജ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുന്ന മെസ്സേജിനെ ടെക്സ്റ്റ് ആയിട്ട് എടുത്തു. അതായത് ഇവിടെ ടെക്സ്റ്റ് ആണെങ്കിൽ ആ ടെക്സ്റ്റിനെ നമ്മൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് വെച്ചു. അത് ചെറിയൊരു കൺഫ്യൂഷൻ പോലെ വരും. ടെക്സ്റ്റ് അതായത് ഫോർമാറ്റ് ടെക്സ്റ്റ് ആയതുകൊണ്ട് ആ ടെക്സ്റ്റ് മെസ്സേജിനെ നമ്മൾ ഈ ടെക്സ്റ്റ് എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഈ ടെക്സ്റ്റ് എന്നുള്ള വേരിയബിളിന്റെ ഫ്രണ്ടിലും ബാക്കിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കളയാനായിട്ട് നമ്മൾ സ്ട്രിപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തു. അത് ടെക്സ്റ്റിലേക്ക് തന്നെ സ്റ്റോർ ചെയ്തു. ടെക്സ്റ്റിനെ തന്നെ സ്ട്രിപ്പ് ചെയ്ത് ടെക്സ്റ്റിലേക്ക് തന്നെ സ്റ്റോർ ചെയ്തു. അതുപോലെ തന്നെ ഗെറ്റ് മീനിങ് എന്നുള്ള ഈ ഫംഗ്ഷനകത്തേക്ക് കൊടുത്തു. ഈ ഫംഗ്ഷനാണ് ചെയ്തത്. അതിനകത്തേക്ക് ലോവർ ചെയ്തിട്ട് കൊടുക്കും ടെക്സ്റ്റിന്. ഇനി നമുക്ക് ഇവിടെ കാണാം. അപ്പൊ ഈ ടെക്സ്റ്റിനകത്തേക്ക് വരുന്ന ഏതാ, ഇപ്പൊ നമ്മള് ഫോർ ഇൻസ്റ്റൻസ് നമ്മളിപ്പോ കൂൾ എന്ന് പറഞ്ഞൊരു വാക്ക് എടുത്തെങ്കിൽ, അപ്പൊ ഈ കൂൾ ഈ ടെക്സ്റ്റിനകത്തേക്ക് വരും. അപ്പൊ ഗെറ്റ് മീനിങ് ഓഫ് കൂൾ, കൂളിന്റെ മീനിങ് ഗെറ്റ് ചെയ്യണം. അപ്പൊ നമ്മള് യു ആറിൽ ക്രാഫ്റ്റ് ചെയ്യുന്നതിന് ഓക്സ്ഫോർഡ് ലിസണർ ഡിക്ഷണറി ഡെഫിനിഷൻ ഇംഗ്ലീഷ് പ്ലസ് ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റിന്റെ അവിടെ നമ്മൾ എന്ത് വരും, ഇവിടെ കൂൾ എന്ന് വരും. അപ്പൊ ശരിക്കും എന്താ സെർച്ച് ആകുന്നത്, കൂൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം സെർച്ച് ആവും. ഇത് നേരെ നമ്മൾ ഇവിടെ നിന്ന് പൈത്തണിയിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യും, ബ്രൗസറിൽ പോവാതെ. എന്നിട്ട് ബ്യൂട്ടിഫുൾ സൂപ്പ് വെച്ചിട്ട് അതിനെ ഇച്ചിരി വൃത്തിനകത്ത് പേപ്പറിൽ വെച്ച് പ്രിന്റ് ചെയ്ത് കാണിക്കും. അതുപോലെ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ സെർച്ച് ചെയ്ത്, അതായത് ഈ ഡിവിഷൻ നമ്മുടെ സൗണ്ട് ഇരിക്കുന്ന ഡിവിഷനും അതിന്റെ ഡെഫിനിഷൻ ഇരിക്കുന്ന ഡിവിഷനും കൂടെ സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിച്ച് MP3 ലിങ്കും അതുപോലെ തന്നെ ഡെഫിനിഷനുമായിട്ട് സ്റ്റോർ ചെയ്യും. MP3 ലിങ്കും ഡെഫിനിഷനുമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി ഇതിനെ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നതിന് വരെ നമുക്ക് മെസ്സേജ് ആയിട്ട് തിരിച്ചു വിടുകയുണ്ട്. അപ്പൊ ഇത് ഇവിടെ ടോക്കൺ ഒക്കെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൂപ്പ് ക്രിയേറ്റ് മെസ്സേജ്. ഇപ്പൊ ഇത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നേരത്തെ നമ്മൾ പറയുന്ന എക്സെപ്റ്റിനകത്ത് ഇട്ടായിരുന്നത് നോട്ട് ഫൗണ്ട് എന്നല്ലേ, അത് എവിടെ പ്രൊനൗൺസിയേഷൻ നോട്ട് ഫൗണ്ട്. പക്ഷെ കണ്ടോ, ബോട്ട് ഡോട്ട് സെൻഡ് മെസ്സേജ് ഈ ചാറ്റ് ഐ ഡിയിലേക്ക് കിട്ടിയില്ലെങ്കിൽ ഈ മെസ്സേജ് സെൻഡ് ആവണം. പ്രൊനൗൺസിയേഷൻ നോട്ട് ഫൗണ്ട് എന്നുള്ളത് എക്സെപ്റ്റിനകത്ത് കിടക്കുന്നു. ഇനി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ഐ ഡിയുടെ കൂടെ MP3 ലിങ്ക് സെൻഡ് ആവണം. ഓഡിയോ ഈക്വൽ ടു MP3 എന്ന് പറയുന്നത്, അതായത് ഈ ലിങ്കിൽ നിന്ന് ഓഡിയോ എടുത്തിട്ട് അത് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇവിടെ ടെക്സ്റ്റ് ഈക്വൽ ടു എന്ന് കൊടുത്തെങ്കിൽ ഈ ടെക്സ്റ്റ് പോയിന്, ലിങ്കിന്റെ ടെക്സ്റ്റ് പോയിന്. ഓഡിയോ ഈക്വൽ ടു എന്ന് കൊടുത്തിട്ടുണ്ട്, ഈ ഓഡിയോ ഈ ചാറ്റ് ഐ ഡിയിലേക്ക് സെൻഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ ചാറ്റ് ഐ ഡി ഗ്ലോബൽ ആയിട്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മീനിങ്, അതായത് ഡെഫിനിഷൻ ടെക്സ്റ്റ് ഡിഫോൾട്ട് ആയതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ഈക്വൽ ടു കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുത്താലും പോകും. ചാറ്റ് ഐ ഡിയിലേക്ക് ഡെഫിനിഷനും സെൻഡ് ആവും. നേരത്തെ പ്രിന്റ് ചെയ്ത് കാണിച്ചതിന് പകരം ഇത് രണ്ടും സെൻഡ് ആവും. അപ്പോൾ ഇത് സെൻഡ് ആവാനായിട്ട് നമ്മുടെ ടെലിപോർട്ടിന് ആവശ്യമുള്ളത് എന്താ, ഈ ടോക്കണും പിന്നെ കുറെ ഫംഗ്ഷനും. ഇത് ഒരിക്കലും എൻഡ് ആവാത്ത ലൂപ്പിൽ ഇടാനാണ് ലൂപ്പ് ഡോട്ട് റൺ ഫോർ എവർ എന്നുള്ള
ആ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ നേരത്തെ ടെലിപ്പോർട്ടിനകത്ത് ലൂപ്പിനകത്ത് നിന്ന് നമ്മൾ മെസ്സേജ് ഇമ്പോർട്ട് ചെയ്ത് മെസ്സേജ് ലൂപ്പ് ഇമ്പോർട്ട് ചെയ്ത് ആ കൂട്ടത്തിൽ ഇമ്പോർട്ട് ആയതാണ് ഈ ലൂപ്പ് റൺ ഫോർ അവർ എന്നുള്ള ഫംഗ്ഷൻ. സോ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. നമ്മൾ എന്ത് ചോദിച്ചാലും അതിന്റെ ഇതും പ്രൊനൗൺസിയേഷനും ഇതും കൂടെ നമ്മുടെ ഡെഫിനിഷനും കിട്ടുന്ന ഒരു ബോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് കണക്ട് ചെയ്യുന്നത് നേരത്തെ കാണിച്ചു, EC2 ഇൻസ്റ്റൻസിനകത്ത് പോയിട്ട് കണക്ട് ചെയ്യുന്ന കാണിച്ചു. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിനകത്ത് റൺ ചെയ്യിക്കുകയാണെങ്കിലും സംഭവം വർക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ സിസ്റ്റം നെറ്റ് കട്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ ഓഫ് ആവാനും പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇത് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊരു റാസ്ബെറി പൈ ഒക്കെ ഒപ്പിച്ച് അതിനകത്ത് സെറ്റപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, വീട്ടിൽ നെറ്റ് കണക്ട് ചെയ്തിടാണെങ്കിൽ അത്രയും അതിന്റെ ആവശ്യമുണ്ട്. EC2 ഇൻസ്റ്റൻസിന്റെ ആവശ്യമില്ല. പിന്നെ EC2 ഇൻസ്റ്റൻസ് എങ്ങനെ എടുക്കാം, നമുക്കൊരു കുറച്ച് സമയം കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് EC2 ഇൻസ്റ്റൻസ് എങ്ങനെ എടുക്കാം എന്ന് നോക്കാം. നമ്മൾ ചുമ്മാ Amazon AWS.com പോവുക, പുതിയൊരു അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുക. അതിനകത്ത് കുറെ സംഭവമുണ്ട്, കുറെ സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ സാധനങ്ങളുണ്ട്. അതിനകത്ത് നിന്ന് EC2 എന്ന് എടുക്കുക. EC2 അതായത് ക്യാപിറ്റൽ C 2 ആ സാധനം എടുക്കുക. അതിനകത്ത് ഒരു വെർച്വൽ മെഷീൻ ലോഞ്ച് ചെയ്യാം. അപ്പോൾ ലോഞ്ച് ഇൻസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡ് ഹാറ്റ് ഓപ്പൺ സോഴ്സ് ഏത് വിൻഡോസ് വേണമെങ്കിൽ അങ്ങനെ ഏത് വേണേലും ഡിപ്ലോയ് ചെയ്യാൻ പറ്റും സെർവറായിട്ട്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു ഷെൽ കണക്ഷനും കിട്ടും. സോ ഇത് 24 hours റണ്ണിങ് ആയിരിക്കും. അതിന് നല്ല ഒരു ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കും. ശരിക്കും ഇത് അവരുടെ സെർവേഴ്സിൽ വെർച്വൽ ആയിട്ടൊരു സ്പേസിനകത്ത് നമുക്ക് അലോക്കേറ്റ് ചെയ്തിരുന്നു. പക്ഷെ നമുക്കൊരു പ്രൈവറ്റ് സെർവർ പോലെ തന്നെ ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് Ubuntu 20.4 എവിടെയാണ് പറയുന്നത്. Ubuntu 20.4 യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റൻസ് രാവിലെ എത്തിയപ്പോൾ എന്തോ പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊരു അരമണിക്കൂർ തന്നെ ക്രിയേറ്റ് ചെയ്ത പുതിയ ഇൻസ്റ്റൻസ് ആണിത്. അപ്പോൾ ഇത് ചുമ്മാ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 സ്റ്റെപ്പ് കൊണ്ട് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആവും. ഞാനിപ്പോൾ പുതിയ തന്നെ ചെയ്യുന്നില്ല. അപ്പൊ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഇൻസ്റ്റൻസ് ഇങ്ങനെ കിട്ടും, റണ്ണിംഗ് എന്നുള്ള സ്റ്റാറ്റസ് ഉള്ള ഇൻസ്റ്റൻസ് കിട്ടും. അപ്പൊ ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ 2-3 തരത്തിൽ കണക്ട് ചെയ്യാം. ഒന്ന് SSH ക്ലയന്റ് വെച്ച് ചെയ്യാൻ സെഷൻ മാനേജർ, അല്ലെങ്കിൽ നമുക്ക് ബ്രൗസറിൽ ഒരു സാധനം കിട്ടും. പക്ഷേ ഏറ്റവും ഫാസ്റ്റസ്റ്റും ഏറ്റവും റിലയബിളും ആയിട്ടുള്ളത് SSH ക്ലയന്റ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ഇതിനകത്ത് ഇത് വെച്ച് കണക്ട് ചെയ്തേക്കാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചോദിച്ചാലും ഇവർ പറയും. പക്ഷെ ഇപ്പൊ പറയില്ല. കാരണം എന്താ, നമ്മുടെ ആ പൈത്തൺ സ്ക്രിപ്റ്റ് റൺ ആവുന്നില്ല ഇവിടെ. അപ്പൊ നമ്മൾ അതിനെ റൺ ചെയ്യണം. അതിനെ റൺ ചെയ്യാനായിട്ട് നമ്മൾ Python 3 script.py ഈ സ്ക്രിപ്റ്റ് റൺ ആയിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഇത് പറയുള്ളൂ. നമ്മൾ നേരത്തെ മറ്റേ ചെറിയ സ്ക്രിപ്റ്റ് റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വേറെ റൺ ചെയ്തായിരുന്നു. അപ്പോൾ പഴയ സ്ക്രിപ്റ്റ് റൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രം ഇവിടെ നമ്മളിപ്പോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ ബാക്ക് എൻഡിൽ റൺ ആവുന്നതെന്ന്. അപ്പൊ നമുക്ക് ആ സാധനം നമ്മുടെ ടെലിഗ്രാമിലേക്ക് സെൻഡ് ചെയ്യുന്നു. പിന്നെ ഇത് എങ്ങനെ കണക്ട് ചെയ്യുന്നത് കൂടെ കാണാം. ഇപ്പൊ നമ്മൾ ഇത് ക്ലോസ് ചെയ്യാൻ പോവാണ്. സംഭവം ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇത് കണക്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ SSH ക്ലയന്റ് വെച്ച് കണക്ട് ചെയ്യാനാണെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് കീയും പബ്ലിക് കീ ഉണ്ട്. പബ്ലിക് കീ നിങ്ങളുടെ സെർവറിനകത്തും പ്രൈവറ്റ് കീ ഇവിടെ വരും. key1.pem എന്ന് പറഞ്ഞാണ് പ്രൈവറ്റ് കീ. ഈ കീ വെച്ചിട്ടായിരിക്കും നമ്മൾ SSH ആയിട്ട് കണക്ട് ചെയ്യുന്നത്. SSHന്റെ ഫുൾ ഫോം സെക്യൂർഡ് ഷെൽ എന്നാണ്. അപ്പോൾ ബിഗ് ബാഷ് കൊടുക്കുന്നത്. ബിഗ് ബാഷ് തന്നെ കാണുന്നില്ല, ഏത് വേണമെങ്കിലും നോക്കാം. നേരത്തെ ഇതിനകത്ത് അടിച്ചിട്ടേക്കുന്നതുകൊണ്ട് കണ്ടോ, ഇത് അതിന്റെ പബ്ലിക് ID, അതായത് നമ്മുടെ പബ്ലിക് ഡൊമൈൻ ആണിത്. ഈ ഡൊമൈനിലാണ് അത് ഹോസ്റ്റ് ആയിരിക്കുന്നത്. Ubuntu.EC2 Amazon Web Service.com ഇതിനകത്ത് ഹോസ്റ്റ് ആയിരിക്കുന്നത്. അതിലേക്ക് കയറാനുള്ള കീ ഉണ്ട് ഇവിടെ. ഹോപ്പ്ഫുള്ളി ഇത് കയറേണ്ടതാണ്.
ഓക്കെ, നമുക്ക് ഉബുണ്ടുവിലെ ഷെല്ല് കിട്ടിയിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മൾ നേരത്തെ നമ്മളിവിടെ എന്തെങ്കിലും അടിച്ചാൽ വരില്ല, കാരണം ഈ മെഷീനകത്ത് ഈ സ്ക്രിപ്റ്റ് റൺ ആവുന്നില്ല. ഇപ്പൊ നമ്മളിവിടെ അടിച്ചു, ഒന്നും തിരിച്ചു വരുന്നില്ല, കാരണം ഈ സ്ക്രിപ്റ്റ് ഇവിടെ റൺ ആവുന്നില്ല. ഈ സ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ Python 3 എന്തായിരുന്നു പേര്, നേരത്തെ ഹായ് കൊടുത്തതിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അതിന്റെ റിപ്ലൈ കിട്ടും. സോ ഗൈസ്, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വെബ് സ്ക്രൈപ്പിംഗ്. അരമണിക്കൂറിൽ പരിപാടി വന്നു, 1 മണിക്കൂറിനകത്ത് തീരാവുന്ന പരിപാടിയുള്ളൂ. പിന്നെ ഈ കോഡ് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി നോക്കണമെങ്കിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ച് ഉണ്ടാക്കി നോക്കാൻ സാധിക്കും. സോ താങ്ക് യു. പിന്നെ ആർക്കെങ്കിലും സംശയമൊക്കെ ചോദിക്കാനുള്ള ഒരു അവസരമുണ്ട് ഇപ്പോൾ. അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്കുള്ള സംശയം മൊത്തം ചോദിക്കാം. എനിക്ക് എല്ലാത്തിനും ഉത്തരം അറിയണമെന്നില്ല, എന്നാലും ഞാൻ നോക്കിയിട്ട് പിന്നെ ആയാലും പറഞ്ഞുതരാം.